പണ്ട് ഞാൻ ബൗജിയിലായിരുന്ന സമയത്ത് ഹിമാലയത്തിൽ രാത്രി ഞാനൊരു കാട്ടിലെ ഒറ്റയ്ക്ക് പെട്ടുപോയി. പുറത്താണെങ്കിൽ -0 ഡിഗ്രി തണുപ്പ്, എനിക്കാണെങ്കിൽ വഴിയും അറിയത്തില്ല. ആ തണുപ്പത്ത് ഞാൻ നടന്ന് ചെല്ലുമ്പോൾ ഒരു ഗുഹയെന്നൊരു ചുവന്ന വെളിച്ചോ. പുലിയും കടുവയെല്ലാം നമ്മൾ അപ്പം തന്നെ ഉറപ്പിച്ചു. കാരണം ലൈറ്റ് ഇട്ടിരിക്കേണ്ട കാര്യം പുലിയും കടുവയ്ക്ക് അന്നും ഇല്ല ഇന്നും ഇല്ല. ഞാൻ അകത്ത് ചെന്ന് നോക്കുമ്പോൾ ഒരു കിളിച്ചോണ്ടിക്കാരനിരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നു. കിളിച്ചോണ്ടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഗോത്ര ഭാഷയാണ്, അത് സംസാരിക്കുന്ന ആള്. ഞാൻ എന്നിട്ട് പുള്ളി എടുത്ത് എൻ്റെ അറിയാവുന്ന ഭാഷയെ ഞാൻ പട്ടാളത്തിലാണ്, എനിക്ക് വഴിതെറ്റിപ്പോയി, മാടയാണ് തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്ക് ഒരു മാങ്ങാണ്ടി മനസ്സിലാവുന്നില്ല. പുള്ളി പറയുന്നതാണ് എനിക്കും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ പെട്ടു. അവസാനം സഖി കെട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി അവിടെ ഇരുന്ന കുപ്പി എടുത്ത് മാറ്റി കട്ടിലിൻ്റെ അടിയിൽ നിന്ന് ജിഞ്ച എടുത്ത് അവിടോട്ട് വെച്ച് എന്നിട്ട് 2 ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുത്ത് എൻ്റെ നിൽക്കി. അതിന് പ്രത്യേകിച്ച് ഭാഷയൊന്നും വേണ്ട. ഇതെല്ലാം ഒരെണ്ണം അങ്ങോട്ട് അടിച്ച് കഴിഞ്ഞ് പിന്നുണ്ടാ ഞാൻ നോക്കുമ്പോൾ പുള്ളി നല്ല പച്ച മലയാളി, പുള്ളിയുടെ മുമ്പിൽ ഞാൻ നല്ല പച്ച കിളിച്ചോണ്ടി. പിന്നെ അങ്ങോട്ട് കൊടുക്കോളം വരെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് ഒരഭിനായക. ആ കിളിച്ചോണ്ടി ദോസ്താണ് എനിക്കിതിൻ്റെ കൂട്ട് പറഞ്ഞത്. ഇപ്പോൾ ഇറങ്ങാൻ നേരം അവൻ പ്രത്യേകം എൻ്റെ അടുത്ത് പറഞ്ഞു, സുധാര പൊന്നളിയ നീ ആയോണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ കൂട്ട് പറഞ്ഞു തരുന്നത്, ആരോടും പുറത്ത് പറയുന്നത്. ഞാൻ അപ്പം തന്നെ തിരിച്ചു പറഞ്ഞു, ചെമ്പെടുത്ത എന്ന് വെച്ചാൽ പറയൂല കിളിച്ചോണ്ടി. സൗഹൃദങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ ഇവനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അന്ന് ഞാൻ ഇവനിട്ട പേരാ ദോസ്തി ജിഞ്ച.